നമസ്കാരം സർ. മോദി ട്രംപ് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. ഇരുവരും രാജ്യ പുരോഗതിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തിരിക്കുന്നു. റാണയെ ഇന്ത്യക്ക് വിട്ടുതരാൻ അമേരിക്ക തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡേവിഡ് ഹെഡ്ലി അടക്കം 8 ക്രിമിനലുകളെയാണ് ഇന്ത്യ തിരിച്ചു ചോദിച്ചിരിക്കുന്നത്. എന്താണ് സർ കൂടുതൽ വിശദാംശങ്ങൾ? വിശദാംശമൊന്നുമില്ല. ഇന്ത്യയിൽ റാണ എന്ന് പറയുന്ന ആള് എന്തിനു വേണ്ടിയാണ് ഇന്ത്യ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതിനെ പറ്റി അറിയാവുന്നത്. റാണ എന്ന് പറഞ്ഞാൽ ബോംബെ സ്ഫോടന കേസിന്റെ പ്രധാനപ്പെട്ട ആസൂത്രകൻ അല്ലെങ്കിൽ പ്രതിയായിരുന്നു. അദ്ദേഹം വളരെ കാലം കൊണ്ട് അമേരിക്കയിൽ അല്ലെങ്കിൽ അത്തരത്തിൽ അവിടെ ചില ഭീകര പ്രവർത്തനവും അല്ലെങ്കിൽ ഈ പറയുന്ന ടെററിസ്റ്റ് പ്രവർത്തനമൊക്കെ നടത്തുന്നതിന്റെ ഭാഗമായി ജയിലിലായിരുന്നു. അല്ലെങ്കിൽ അപ്പം ജയിലിൽ കിടന്നുകൊണ്ടിരുന്നപ്പോൾ നമ്മൾക്ക് ബോംബെ സ്ഫോടന കേസിൽ വിചാരണ നടത്തുന്നതിന് വേണ്ടി നമ്മളുടെ രാജ്യത്ത് കൊണ്ടുവന്ന് വിചാരണ നടത്തണം, അതിനുവേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. പല ഘട്ടങ്ങളിലും അതിന് അമേരിക്ക തയ്യാറാവുന്നില്ല. നമ്മൾ അമേരിക്കയുടെ നിയമം അനുസരിച്ച് കോടതിയെ സമീപിക്കുന്നു. കോടതി ചെറിയ അങ്ങ് താഴെ തട്ട് തൊട്ട് മേളെ അറ്റം വരെയുള്ള സുപ്രീം കോടതി വരെ നമുക്ക് അനുകൂലമായിട്ട് വിധി വരുന്നു. അപ്പം ഇതിന്റെ കൂടെ നമ്മുടെ അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വരുന്നു. ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും ആദ്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അമേരിക്കയിലേക്ക് ചർച്ചയ്ക്ക് വിളിക്കുന്നു. ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ ലോകത്തുടനീളമുള്ള ട്രംപിന്റെ പ്രസ്താവനകളും ട്രംപിന്റെ തീരുമാനങ്ങളും ലോകം പല രീതിയിൽ പല രാജ്യങ്ങളും പല രീതിയിൽ അതിനെപ്പറ്റി വിമർശിക്കുന്നു. ചിലർ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം താരിഫുകളുടെ കാര്യത്തിനകത്ത് തർക്കം ഉണ്ടാക്കുന്നു. അദ്ദേഹത്തിന്റെ വരുതിക്ക് ലോകരാജ്യങ്ങളെ കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിക്കും. നമുക്കറിയാം, ഇസ്രായേൽ ബന്ദി മോചനവും അല്ലെങ്കിൽ അവിടുത്തെ യുദ്ധത്തിനും അല്ലെങ്കിൽ റഷ്യ യുക്രൈൻ യുദ്ധത്തിനും അങ്ങനെ വിവിധ കാര്യങ്ങൾക്കകത്ത് കൃത്യമായ തീരുമാനങ്ങൾ എടുത്ത് വളരെ കൃത്യതയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ ആ തീരുമാനങ്ങളുടെ ഭാഗമാക്കുന്നതിന് വേണ്ടി മറ്റുള്ള രാജ്യങ്ങളിലെ തീരുമാനം അദ്ദേഹം അങ്ങോട്ട് പറയുമ്പോൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയെ ആദ്യം അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും ആദ്യം വിളിച്ച് അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് കൂടി ആലോചിക്കുന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിൽ ലോകത്തിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ട്രംപ് മറ്റു രാജ്യങ്ങളിൽ ഇങ്ങനെ മതി അങ്ങനെ മതി, ഇവിടെ താരിഫ് ഇത്ര ഏർപ്പെടുത്തുന്നു, ചൈനയ്ക്ക് താരിഫ് ഇത്ര ഏർപ്പെടുത്തുന്നു, അല്ലെങ്കിൽ മറ്റ് ഓരോ രാജ്യങ്ങൾക്കും ഇങ്ങനെ പറയുന്നു, ഇന്ന പോലെ അതങ്ങ് ചെയ്താൽ മതി എന്ന് പറയുന്നിടത്ത് നമ്മുടെ പ്രധാനമന്ത്രിയെ വിളിക്കുന്നു. നമ്മുടെ പ്രധാനമന്ത്രി അവിടെ പോകുന്നു. പ്രധാനമന്ത്രി നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ പറ്റി സംസാരിക്കുന്നു, നമ്മുടെ GDP ഉയർത്തുന്നതിനെ പറ്റി അല്ലെങ്കിൽ മാനുഫാക്ചറിങ്ങിന്റെ കാര്യത്തെ പറ്റി സംസാരിക്കുന്നു, കയറ്റുമതി ഇറക്കുമതിയെ പറ്റി സംസാരിക്കുന്നു. അങ്ങനെ വിവിധ വിഷയങ്ങൾ നമ്മൾക്കറിയാൻ പറ്റാത്ത വിഷയങ്ങളും ഉണ്ട്. അപ്പൊ പ്രതിരോധ സംവിധാനത്തിനകത്തൊക്കെയുള്ള വിഷയങ്ങൾ നമുക്കറിയാൻ ഉണ്ടാവത്തില്ല. അപ്പം അറിയാൻ വയ്യാത്തതും അറിയുന്നതുമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അതിനകത്ത് നമ്മൾക്ക് ഏറ്റവും അവസാനം അറിയാൻ സാധിക്കുന്നത് പറഞ്ഞാൽ റാണയെ നമുക്ക് വേണം. ആദ്യം പറഞ്ഞതുള്ള റാണയെ നമ്മൾ ഇവിടെ കൊണ്ടുവച്ച് വിചാരണ നടത്തി ഇവിടുത്തെ പാർലമെന്റിനകത്ത് കയറി വെടിവെച്ച് പ്രശ്നമുണ്ടാക്കി ഏതാണ്ട് 168 പേരെ കൊന്നു. അതിനകത്ത് 20 പേര് വിദേശികളാകുന്നു. ഇന്ത്യക്ക് ലോകത്തിന്റെ മുന്നിൽ ഏറ്റവും നാണം കെട്ട സംഭവമായിട്ട് എന്നും നിൽക്കുന്ന വിഷയം. അതിനകത്ത് ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ കോടതി അല്ലെങ്കിൽ ഇന്ത്യൻ നിയമം അനുസരിച്ച് ഇന്ത്യയിൽ ചെയ്തിട്ട് എവിടെ പോയിരുന്നാലും അവനെ ഇവിടെ കൊണ്ടുവന്ന് വിചാരണ നടത്തി ഇവിടുത്തെ തൂക്കുകയറെങ്കിൽ തൂക്കുകയർ അല്ലെങ്കിൽ ജയിലിൽ ഇടണമെന്നാണ് നമ്മൾ തീരുമാനിക്കുന്നതെങ്കിൽ അതിന് തയ്യാറാക്കുന്നതിന് വേണ്ടി അയാളെ കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ പലവട്ടം പല രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടതുപോലെ അമേരിക്കയുടെ വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുന്നു, ഡേവിഡ് കോൾമാൻ ഹെഡ്ലി ഉൾപ്പെടെ 8 ക്രിമിനൽസിനെയും കൂടെ ഞങ്ങൾക്ക് തന്നേ മതിയാകത്തുള്ളൂ. അപ്പം ഈ പറയുന്ന വിചാരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആരാണ് കോൾമാൻ ഹെഡ്ലി? ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ പറ്റി പറഞ്ഞിട്ട് ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും വലുതായിട്ട് ചർച്ച ചെയ്തില്ലല്ലോ, അല്ലെങ്കിൽ ഇത്രയും പറഞ്ഞു നിർത്തിയല്ലോ. വേറെ ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തല്ലോ. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ കസേര പിടിച്ചു മാറ്റുന്നു, അല്ലെങ്കിൽ ഷേക്ക് ഹാൻഡ് കൊടുത്തില്ല, അവിടെ അല്ലെങ്കിൽ അദ്ദേഹത്തെ വിളിച്ചില്ല, സംസാരിച്ചില്ല, ട്രംപിന് പഴയ താല്പര്യമില്ല, ഇങ്ങനെ പല ചർച്ചകളും നമ്മൾ കണ്ടു. ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ കാര്യം പറഞ്ഞിട്ട് എന്താ ചർച്ച ചെയ്യാത്തത്? അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരുന്നതിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങളിലൊന്നും കോൾമാൻ ഹെഡ്ലി ആരാന്നതിനെ പറ്റി ചർച്ച ചെയ്യുന്നില്ല. ഡേവിഡ് കോൾമാൻ ഹെഡ്ലി ലക്ഷ്യ തോയ്ബയുടെ ഒരു ഭീകരനാണ്. ലോകത്തുടനീളം ഭീകര പ്രവർത്തനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ആള് അമേരിക്കൻ വംശജനാണ്. അതിനകത്ത് നമുക്കറിയാമല്ലോ ഗോദ്ര തീവെപ്പ് കേസ്, ട്രെയിൻ തീവെപ്പ് കേസ്. ആദ്യമേ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഗുജറാത്ത് കലാപം. ഗുജറാത്ത് കലാപം ആണ് എല്ലാവരും പറയുന്നത്. അതിനു മുമ്പ് ഉണ്ടാവാൻ കാരണമുണ്ടായ ഒരു ട്രെയിൻ തീവെപ്പ് കേസ് ഉണ്ട്. ആ ട്രെയിൻ തീവെപ്പ് കേസിന് ശേഷമാണ് ഗുജറാത്ത് കലാപം ഉണ്ടാവുന്നത്. ഗുജറാത്ത് കലാപം ഉണ്ടാകുമ്പോൾ അവിടെ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു, അല്ലെങ്കിൽ അതിന് ശേഷമാണല്ലോ. അന്ന് അവിടുത്തെ ആയിരുന്നല്ലോ അമിത്ഷാ. ഈ കലാപത്തിന് ശേഷം അല്ലെങ്കിൽ ഇന്ത്യയിൽ പലവട്ടം പരിശോധിക്കുമ്പോൾ
പല സംസ്ഥാനങ്ങളും ഈ പറയുന്നത് പോലെ പല സമയങ്ങളും അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് 2014 മുമ്പ് പരിശോധിക്കുമ്പോൾ സ്ഫോടനം ഉണ്ടാകുന്നുണ്ട്, ഈ പറയുന്ന ഭീകരാക്രമണം ഉണ്ടാകുന്നുണ്ട്. അത് മാറിയതെന്ന് പറയുമ്പോൾ നമ്മള് പറഞ്ഞിട്ട് കാര്യമില്ല. 2014 ശേഷമാണ് അതിന് ശമനം സംഭവിക്കുന്നത്. അപ്പം ഈ ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരുന്ന നരേന്ദ്രമോദി, അവിടുത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്നു അമിത്ഷാ. അമിത്ഷാ എന്ന് പറയുന്ന ആള്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പാകിസ്ഥാനുമായിട്ട് ബോർഡർ അല്ലെങ്കിൽ സമുദ്ര ബോർഡർ ഉള്ള ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത്. ആ ഗുജറാത്തിൽ നിരന്തരം സ്ഫോടനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ അല്ലെങ്കിൽ നമ്മുടെ ശത്രു രാജ്യങ്ങളുടെ കെയർ ഓഫിലുള്ള സ്ഫോടനം ഉണ്ടായിക്കൊണ്ടിരുന്നു. ഈ പറയുന്ന മോദി അധികാരത്തിൽ വന്നതിന് ശേഷം അവിടെ ഒരു സ്ഫോടനവും ഉണ്ടായില്ല. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ യു പി നടക്കുന്ന പോലെ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ വളരെ കൃത്യമായിട്ട് അവിടെ പ്രവർത്തിച്ചു. അവിടെ ഇതിനു വേണ്ടി തയ്യാറായിട്ടിരുന്നവരെ, അല്ലെങ്കിൽ ബോർഡർ കടന്ന് വരാൻ തയ്യാറായിരുന്നവരെ, അല്ലെങ്കിൽ അത്തരത്തിൽ വന്നുകൊണ്ടിരുന്നവരെ എല്ലാം വളരെ കൃത്യമായിട്ട് ഇതിന് സഹായം ചെയ്തു കൊടുക്കുന്നവർ, അതിന്റെ ഭാഗമായിട്ട് ആ സംസ്ഥാനത്ത് നിൽക്കുന്നവർ, അതിന്റെ ഭാഗമായിട്ട് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരെ വളരെ കൃത്യമായിട്ട് പിടിച്ച് അകത്തിട്ട്, അല്ലെങ്കിൽ ഏറ്റുമുട്ടൽ കൊലപാതകം അന്നറിയാമല്ലോ, കേട്ടിട്ടുണ്ടാകത്തില്ല. ഏറ്റുമുട്ടൽ കൊലപാതകം ഏറ്റവും കൂടുതൽ ഇന്ന് യു പിയിലെ കൂട്ടി ചർച്ചയായിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു ഗുജറാത്ത്. ഏറ്റുമുട്ടൽ അയാളെ കൊന്നു, പോലീസിനോട് വെട്ടിച്ചു പോകാൻ വേണ്ടി ശ്രമിച്ചു, അയാൾ മരിച്ചു. വേറെ ഒന്നുമില്ല, തീവ്രവാദികളെ പിടിക്കും അല്ലെങ്കിൽ ഭീകരവാദികളെ പിടിക്കും, അവന്റെ ഭാഗത്തു നിന്ന് ആവശ്യമുള്ള കാര്യം കളക്ട് ചെയ്യും, അതിനുശേഷം ഒരുപക്ഷെ വെടിവെച്ച് കൊല്ലുന്നതായിരിക്കാം. അത് അതിന് ഏറ്റുമുട്ടൽ കൊലപാതകം എന്ന് പറയാം. അതിന് എന്താ ഇത്ര തെറ്റ്? ആർക്കാണ് ഇതിനകത്ത് ഇത്ര മനുഷ്യാവകാശം വരേണ്ടത്? അല്ലെങ്കിൽ ഇവിടുത്തെ പാർലമെന്റ് കയറി ആക്രമിക്കാൻ ശ്രമിക്കുന്നവനും, ഇന്ത്യ മഹാരാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നവനും, ഇന്ത്യക്കകത്ത് ഭീകരപ്രവർത്തനം നടത്താൻ ശ്രമിക്കുന്നവനും, സാധാരണക്കാരെ കൊല്ലാൻ ശ്രമിക്കുന്നവനും ഒക്കെ അവനതിന്റെ ഭാഗമാണെന്ന് ചോദ്യം ചെയ്യൽ കൂടിയും അല്ലെങ്കിൽ ഗവൺമെന്റിന് മനസ്സിലാക്കി കഴിയുമ്പോൾ അവനെ കൊന്നുകളയുന്നതിന് എന്താ കുഴപ്പം? നിയമം അതിന് ഏറ്റുമുട്ടൽ കൊലപാതകം എന്നേ പറയാൻ പറ്റും. കൊന്നുകളഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് ഒരു തെറ്റുമില്ല. അപ്പം അന്ന് ഗുജറാത്തിൽ നമ്മളറിയാം, പ്രാണേഷ് കുമാർ കേട്ടിട്ടുണ്ടോ? പ്രാണേഷ് കുമാർ വലിയ ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങൾക്കായിരുന്നു ഏറ്റവും വേദന. എനിക്കറിയാം പ്രാണേഷ് കുമാർ, കാരണം എന്റെ ബന്ധുവായിരുന്നു പ്രാണേഷ് കുമാർ. പ്രാണേഷ് കുമാർ എന്ന് പറഞ്ഞ പന്തളത്തെ ഗോപിനാഥൻ പിള്ളയുടെ ഒരു മകനായിട്ടുള്ള ഒരാളാണ്. ഏറ്റവും ചർച്ചയായിട്ടുള്ള പ്രാണേഷ് കുമാറിനെയും ഭാര്യയെയും വെടിവെച്ചു കൊന്നു. വലിയ ചർച്ചയായിരുന്നു. അവർ മാത്രവുമല്ല, അവരെ വെടിവെച്ച് കൊന്നത് അവരുടെ ഈ പറയുന്ന ജനനേന്ദ്രം ഉൾപ്പെടെയുള്ളവർ വളരെ കൃത്യമായിട്ട് തകർത്തിട്ടാണ് അന്ന് പോലീസ് അത്തരത്തിൽ ഒരു ക്രൂരമായ വെടിവെപ്പ് നടത്തിയത്. അതായത് അവരെ മാനഭംഗപ്പെടുത്തി, ആ സ്ത്രീയെ മാനഭംഗപ്പെടുത്തി എന്ന് വരുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വാർത്ത. വെടിവെച്ചത് ഒരുപക്ഷെ നെഞ്ചിലായിരിക്കാം, അല്ലെങ്കിൽ വേറെ തലയ്ക്കായിരിക്കാം കൊന്നിട്ടുള്ള. പക്ഷെ അത് ഇത്രയും കൃത്യമായിട്ട് ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ ജനനേന്ദ്രത്തിൽ വെടിവെപ്പിലൂടെ തകർത്ത് കളഞ്ഞു. കാരണം പിന്നെ വെടിവെപ്പിൽ കൂടെ ജനനേന്ദ്രം തകർത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഈ പറഞ്ഞതുപോലെ ബലാത്സംഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, മാനഭംഗം നടന്നിട്ടുള്ളൊന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലും വരാൻ പറ്റുന്നില്ല. അപ്പൊ അത്രയ്ക്ക് പ്ലാനിങ് ആയിട്ട് വളരെ ക്രൂരമായിട്ട് ഒരു സ്ത്രീയെയും പുരുഷനെയും കൊന്നുകളഞ്ഞു. അവർ ഭീകരവാദികളല്ലായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ചർച്ചയായിട്ട് ഈ ഗോപിനാഥൻ എന്ന് പറയുന്ന പന്തളത്തുകാരൻ, അല്ലെങ്കിൽ നമ്മൾക്ക് ഏറ്റവും അറിയുന്ന ആൾക്കാർ, അദ്ദേഹത്തിന്റെ മകൻ തീവ്രവാദിയാണെന്നും, അല്ലെങ്കിൽ ഞങ്ങൾക്കെല്ലാം അവന്റെ മാറ്റവും കാര്യങ്ങളും എല്ലാം മനസ്സിലായിട്ട് അവന് വേറെ കാര്യങ്ങൾ സംഭവിച്ചിട്ടൊന്നും അറിയും. കാരണം പ്രാണേഷ് കുമാറിനെ പറ്റി പറയുമ്പോൾ പ്രാണേഷ് കുമാർ ഇവിടെ നിന്ന് ഗുജറാത്തിൽ അവൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് പഠിക്കാൻ പോയി. ഇവിടെ നിന്ന് രാവിലെയും വൈകിട്ടും അമ്പലത്തിൽ പൊക്കോണ്ടിരുന്ന, കുറിയിട്ടോണ്ട് നടന്നുകൊണ്ടിരുന്ന ഞങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് അയാളെ പറ്റി ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുന്നത്. അയാൾ ഇവിടുന്ന് പോയിട്ട് തിരിച്ച് വീട്ടിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നെഞ്ചു വരെ താടിയും വളർത്തി അന്തർമുഖനായിട്ടുള്ള ഒരാളായിട്ടാണ്. അന്നും അവർക്ക് അറിയത്തില്ല ഇയാള് ഭീകരവാദ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ വെടിവെപ്പിൽ മരിക്കുന്ന പ്രാണേഷ് കുമാറും അദ്ദേഹത്തിന് മുസ്ലിം യുവതിയുമായിട്ടുള്ള അവിടെ പോയൊരു മുസ്ലിം യുവതിയെ കല്യാണം കഴിക്കുന്ന അവരാണെന്ന് മനസ്സിലാകുമ്പോഴാണ് ഇതിനകത്ത് അവർക്കറിയാമെങ്കിൽ അവരുടെ മക്കൾ ആയതുകൊണ്ട് അതിനകത്ത് അയാൾ ആ മകന്റെ ഭാഗമായിട്ട് നിന്നു. ഞാനീ പറഞ്ഞ ഇത്തരത്തിൽ പ്രാണേഷ് കുമാറും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും അന്ന് ഏറ്റുമുട്ടൽ കൊലപാതകത്തിൽ മരിച്ചപ്പോൾ അന്ന് അമിത്ഷാ പറഞ്ഞിരുന്നു, ഈ പറയുന്ന പ്രാണേഷ് കുമാർ ഇന്ത്യയുടെ ഇന്നത്തെ പ്രധാനമന്ത്രിയെയും അല്ലെങ്കിൽ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയും അമിത്ഷായും ഉൾപ്പെടെ ഉള്ളവരെ കൊല്ലുന്നതിന് വേണ്ടി ലഷ്കർ തോയ്ബ എന്ന് പറയുന്ന ഭീകരനാണ്, അല്ലെങ്കിൽ അദ്ദേഹം ആ ഭീകർ ഇദ്ദേഹത്തെ ഏർപ്പെടുത്തിയിട്ടുള്ളതാണെന്ന് പറഞ്ഞു. അന്ന് മാധ്യമങ്ങൾ പറഞ്ഞു തെറ്റായ കാര്യമാണെന്ന്. ഞാൻ പറയാൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി, ബെഹ്റ അറിയാം? ബെഹ്റ നമ്മുടെ DGP ആയിട്ട് പെൻഷൻ പറ്റിയപ്പോ അദ്ദേഹം എനിക്ക് തോന്നുന്നു വേറെ ഏതാണ്ട് ഉത്തരവാദിത്തത്തിലൊക്കെ കേരളത്തിലുണ്ട്. അദ്ദേഹം അന്ന് CBIയുടെ ഉത്തരവാദിത്തമുള്ള ആളായിരുന്നു. അതിന് CBIയുടെ ചെയർമാൻ ആയിരുന്നു, വൈസ് അങ്ങനത്തെ ഏതോ ഉത്തരവാദിത്തമുണ്ട്. അദ്ദേഹമായിരുന്നു ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഇവിടുന്ന് അമേരിക്കയിൽ പോയത്. അദ്ദേഹം അന്ന് പോയി ചോദ്യം ചെയ്തപ്പോൾ, ഗുജറാത്ത് കലാപം പരാമർശിച്ചപ്പോൾ, വിശദമായിട്ട് ചോദ്യം ചെയ്തപ്പോൾ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി പറഞ്ഞു, ഈ പ്രാണേഷ് കുമാറും അദ്ദേഹത്തിന്റെ ഭാര്യയും ലഷ്കർ തോയ്ബയുടെ ഭാഗമായിട്ട് ഞങ്ങൾ വിട്ടതാണ്. ഞങ്ങൾ വിട്ടതെന്ന് പറഞ്ഞാൽ
പ്രധാനമായിട്ടുള്ള ഞങ്ങളുടെ മോട്ടീവ് എന്ന് പറയുന്നത് ഗുജറാത്ത് മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഗുജറാത്ത് കലാപത്തിന്റെ ആസൂത്രനായിട്ട് ഞങ്ങൾ വിചാരിക്കുന്ന ഇന്ത്യയുടെ ഇന്നത്തെ പ്രധാനമന്ത്രിയും ഇന്നത്തെ ആഭ്യന്തരമന്ത്രിയും അന്നത്തെ ഗുജറാത്തിന്റെ ആഭ്യന്തരമന്ത്രിയെയും കൊല്ലുന്നതിന് വേണ്ടി ഞങ്ങൾ വിട്ട ആൾക്കാരാണ്. അവരാ കൃത്യം നിർവഹിക്കുന്നതിന് വേണ്ടി പലവട്ടം ശ്രമിച്ചു, അത് സാധിച്ചില്ല. പക്ഷെ അവരെ പിടികൂടി കൊല്ലുന്ന ഒരു അവസ്ഥ ഉണ്ടായെന്ന് അയാളെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അമിത്ഷാ പറഞ്ഞത്, അതുകൊണ്ടാണ് നരേന്ദ്രമോദി പറഞ്ഞത് ഞങ്ങൾക്ക് വേണം ഡേവിഡ് കോൾമാൻ കെഡ്ലിയെ. കാരണം ഡേവിഡ് കോൾമാൻ കെഡ്ലി പറയുന്നത് വരെ അല്ലെങ്കിൽ ഇത്തരം ചോദ്യം ചെയ്യൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം ഇവിടുത്തെ മാധ്യമങ്ങൾ ഒരു വട്ടമെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നത് വരെ ഇവിടുത്തെ പ്രതിപക്ഷവും ഇവിടുത്തെ കോൺഗ്രസും ഇവിടുത്തെ ചില സുഡാപ്പികളും അല്ലെങ്കിൽ രാജ്യവിരുദ്ധ ശക്തികളും ഒക്കെ പറഞ്ഞിരുന്നത് ഗുജറാത്തിൽ നടക്കുന്നത് വംശഹത്യയാണ്, അല്ലെങ്കിൽ ചില പ്രത്യേക മതവിഭാഗത്തോടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടി അവരെ കൊല്ലുന്നതിന് വേണ്ടി ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യുന്നു. ഇതിനകത്ത് ഇവർ പറയുന്നത് പോലെ ഈ കൊല ചെയ്യപ്പെടുന്നവരൊന്നും ഇവിടുത്തെ ഭീകരവാദ പ്രവർത്തനമായിട്ടും രാജ്യവിരുദ്ധ പ്രവർത്തനമായിട്ടും അല്ലെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനമായിട്ടും നിൽക്കുന്നവരല്ല എന്ന് പറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം വരുന്നതിനും അല്ലെങ്കിൽ ഇവിടുത്തെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അതിനകത്ത് ആ ചർച്ച അവസാനിപ്പിക്കുന്നതിനും കാരണമായത് ഈ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഡേവിഡ് കോൾമാൻ കെഡ്ലിയെ വേണം. അയാൾ അമേരിക്കൻ വംശജനാണ്, അയാൾ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരനാണ്. ആ ഭീകരൻ ഇന്ത്യയിൽ പ്ലാൻ ചെയ്തിരുന്ന കാര്യമെന്ന് പറയുമ്പോൾ ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് 2 ടേൺ കഴിഞ്ഞ് അല്ലെങ്കിൽ 11ാമത്തെ കൊല്ലം കിടക്കുന്ന അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നുള്ള നരേന്ദ്രമോദിയെയും അമിത്ഷായെയും അന്നേ വധിക്കുന്നതിന് വേണ്ടി ശ്രമിച്ച് ഇന്ത്യയിൽ പ്ലാനിട്ട ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ തന്ത്രശാലിയായിട്ടുള്ള അല്ലെങ്കിൽ രാജ്യാന്തര ക്രിമിനലും അല്ലെങ്കിൽ ഒരു ടെററിസ്റ്റും ഒക്കെ ആയതുകൊണ്ടാണ് അദ്ദേഹത്തെ തിരിച്ചു വേണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെയുള്ള അതേ കാര്യങ്ങൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ് അവരുടെ കൂടെയുള്ള 8 ക്രിമിനൽസ്. ഒരുപക്ഷെ അവരെ തിരിച്ചു കിട്ടും. ഇവിടെ ഈ കോൾമാൻ കെഡ്ലി വന്നാൽ ഈ അറിഞ്ഞതിനെക്കാട്ടി കൂടുതൽ കാര്യങ്ങൾ നമ്മൾക്ക് അറിയുവാൻ സാധിക്കും. ഈ പറയുന്നത് പോലെ പാർലമെന്റ് ആക്രമിക്കുന്നതിന് വേണ്ടി നമ്മൾ പാകിസ്ഥാനെ കുറ്റം പറഞ്ഞു, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പാർലമെന്റ് ആക്രമിക്കുന്നതിന് വേണ്ടി പാകിസ്ഥാനിൽ നിന്ന് പണം കൊടുത്ത ആളെ ഇവിടെ എത്തിക്കുന്നതിന് വേണ്ടി ഏതൊക്കെ രാജ്യങ്ങൾ അതിന്റെ ഭാഗമായിട്ട് നിന്നിട്ടുണ്ടെന്നുള്ളത് നമ്മളുടെ അടുത്ത് വന്ന് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ വന്ന് ആ ക്രിമിനലിനെ ചോദ്യം ചെയ്തേ മനസ്സിലാക്കുള്ളൂ. മാത്രവുമല്ല ഇന്ത്യക്കകത്ത് രാജ്യത്തിന് പുറത്തുള്ള രാജ്യങ്ങളുടെ ഇവിടെ ആക്രമണം നടത്തുന്നതിന് വേണ്ടി ഇന്ത്യക്കകത്ത് ഇന്ത്യയുടെ ഭാഗമായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാരനായിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ നേതാവായിട്ട് ഇവിടുത്തെ പാർലമെന്റ് അംഗമായിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ MLA ആയിട്ട് ഒക്കെ നിന്നിട്ടുള്ള ആരൊക്കെ ഉണ്ടെന്നുള്ളതിനെ പറ്റി നമ്മൾക്ക് അറിയേണ്ടതുണ്ടല്ലോ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അത് വെളിച്ചത്ത് വരുന്നതിന് ഉള്ള സാധ്യതകൾ ഉണ്ടെന്ന് കാണുമ്പോഴാണ് ഇതുപോലെ അയ്യോ മനുഷ്യാവകാശം പറഞ്ഞു, അല്ലെ അവൻ പാവമാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജാതിയുടെ ഭാഗമാണെന്ന് പറഞ്ഞു നിൽക്കുന്നത്. ഏതായാലും കോൾമാൻ കെഡ്ലി വരട്ടെ. ഒരിക്കൽ ആലോചിച്ചതല്ലേ അമിത്ഷായെ തീർക്കുന്നതിന് വേണ്ടി, ഒരിക്കൽ ആലോചിച്ചതല്ലേ അമിത്ഷായെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി. അതുകൊണ്ട് തന്നെ അയാളെ ഇവിടെ കൊണ്ടുവരണം. ആ ആലോചനയ്ക്കകത്ത് അയാൾക്കപ്പുറം ലക്ഷർ തൊയ്പ്പയ്ക്കപ്പുറം ഇവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾക്ക് അറിയണം. ഇല്ലെങ്കിൽ വേണ്ട, അയാൾ പറയട്ടെ. അതുകൊണ്ട് തന്നെയാണ് ഈ ക്രിമിനൽസിനെ ഇവിടെ കൊണ്ടുവരണമെന്ന് വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമ്മൾ തീരുമാനമെടുക്കുന്നതിന്റെ കൂട്ടത്തിൽ ഈ തീരുമാനവും ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ട്രംപിന്റെ അടുത്ത് അവതരിപ്പിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.